ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. മഴയുള്ള ദിവസത്തിലേക്ക് സ്വാഗതം. നല്ല മഴയായിരുന്നു. ആ വിചാരിച്ചപ്പോൾ പെയ്തപ്പോൾ വിചാരിച്ചു അത് തോരലുണ്ടാവില്ല, അത്രയും നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെയാണ് മാറിയത്. ഇപ്പം വീണ്ടും ഇരുട്ടായിട്ട് വരുന്നുണ്ട് മഴ. അപ്പം നമ്മൾ ഇപ്പം ഇന്ന് ശരിക്കും വിശേഷത്തേക്കൊന്നും പോലുണ്ടാവില്ലെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒരു ഒഴിവ് കിട്ടിയപ്പോൾ നമ്മളിങ്ങോട്ട് ഇറങ്ങിയതാട്ടോ. പിന്നെ കറണ്ട് പറഞ്ഞാൽ വന്നും പോയി നിൽക്കൊണ്ടേ എന്താ ഉള്ളിന്ന് കൊടുക്കാനും ഇതിനൊന്നും പറ്റൂല. അപ്പോഴേക്കിന് കറണ്ട് പോവുക, അതാണ് അവസ്ഥ. അപ്പൂസിന് കളി ഭയങ്കര കളിയാണ്. ഞാൻ പറഞ്ഞു വിളിക്കണ്ട, എന്തായാലും ഇനിയിപ്പോ നാളെയും കൂടിയേ കളിക്കുള്ളൂ. തിങ്കളാഴ്ച സ്കൂൾ തുറന്നില്ലേ, സൂപ്പർ കളി. പിന്നെ സ്കൂളിൽ വന്നാൽ ഇനി മഴ ഇതൊക്കെ ആകുമ്പോ അപ്പോഴും കളിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ കളിച്ചോട്ടെ, വിളിച്ചതൊന്നുമില്ല. ഓന് അവിടെ എന്തോ പണിക്ക് എന്തോരം പണി ഓന് എന്താണ് കണ്ണിങ്ങോട്ട് മാറിയാ കയറി പോയോ? ഉള്ളു പോയോ? അടച്ചു പോരണം. പുറത്ത് പോയോ? ഉള്ളിലുണ്ടോ? അപ്പുറത്തോടെ പോയി. ഇവിടെ കാണാല്ല. അതിലൊക്കെ പോയിട്ടുണ്ടോ? എന്താ നമ്മളിന്ന് മഴയും കൂടിയല്ലേ, അപ്പൊ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ്. സന്തോഷേട്ടന് ഇത് കൊണ്ടുവന്നപ്പോഴാട്ടോ അറിഞ്ഞത് ഇതാണ് സാധനം എന്ന്. ഞങ്ങൾ വിചാരിച്ചു എന്താ ഇപ്പം നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കുക എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് മഴ ഉണ്ടാകുമ്പോ തിന്നാൻ വേണ്ടേ. ഒന്ന് ശരിക്കും കുറച്ച് നാവൊന്ന് സ്വീപ്പാക്കില്ലേ കുറച്ചു നേരം. ഇങ്ങനെ അതുമായിട്ട് ഇടയിൽ പറയാൻ വിട്ടുപോയി. എന്താ നാവുമ്മല് മീൻ തിന്നതാണ്. മീനിന്റെ മുള്ള് കുത്തിയിട്ട് ചോര വന്നിട്ട് ഒരേ സമയത്ത് രണ്ടാക്കും. സന്തോഷം എന്തല്ല കേട്ടോ, എന്ത് മുള്ളുത്തിയതല്ല, സംസാരിക്കാൻ്റെ ഇടയില് ആ കുട്ടി കടിച്ചിട്ട് മുറിയായതാണ്. എനിക്ക് ഈ ഉണക്കമീൻ ഉണ്ടല്ലോ, തളമീൻ, അതിന്റെ ഭാഗത്തോട് കുത്തിയിട്ട് നല്ലോണം ഒരു കടച്ചിലും ഇതൊക്കെ വന്നു. ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട്. പിന്നെ അസുഖത്തിനെ പറ്റി ചോദിക്കുന്നുണ്ട് കമന്റില്. അസുഖത്തിനെ പറ്റി അങ്ങനെ തലവേദനയൊക്കെ പറ്റി മാറി. തലവേദന ഒന്നുമില്ല, ഇപ്പം നീരിൻ്റെ പ്രശ്നമുള്ള അത് സാരല്ല. അതിപ്പോൾ അതിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, വേദനയൊന്നും ഇല്ലല്ലോ. പിന്നെ വെച്ചാൽ മരുന്നിപ്പോൾ ഏകദേശം തീർന്നു തുടങ്ങി. വെച്ചാൽ 5 വീതമുള്ളതിൽ 1 വീതം 40 ദിവസത്തിന് എഴുതിയത്, അതാണ് ഇപ്പം ഇനി ഉള്ളത്. മറ്റതൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് നീരൊക്കെ ഉണ്ട്, അതൊക്കെ കുഴപ്പമില്ല. നാളെ ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച പോവാം നമുക്ക്. നാളെയും കൂടി ഇനി പടം നിൽക്കട്ടെ, എന്നിട്ട് തിങ്കളാഴ്ച അത് നേരത്തെ പോവുക. അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ എന്താ? ഇന്നത്തെ സ്പെഷ്യല് പൂള ബിരിയാണിയാണ്. പൂള ബിരിയാണി അറിയുമ്പോൾ അറിയില്ല, കൊള്ളി അല്ലെങ്കിൽ എന്താ കപ്പ, എന്താ പറയാ മരച്ചീനി ഇതൊക്കെ പറയും. വിളിക്ക്, ഞങ്ങൾ പൂളാന്നാ പറയാ. പൊടിയുണ്ടോ? നല്ല പൊടിയുള്ള. അമ്മന്ന് ചേച്ചീനോട് നിന്നാ വന്നത്. അമ്മേന്റെ വീട്ടിന്ന്. അമ്മേന്റെ വീട്ടിലേന്നു 2 ദിവസം. കുറേ കാലം കൊണ്ട് നിൽക്കലില്ല. പോവുക, രാത്രി വരിക, പിന്നെ അവിടേക്ക് പോകാൻ നേരമില്ല കേട്ടോ. 2 പോകുമ്പോൾ അവിടേക്ക് പോകാൻ നേരമില്ല. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ നിന്ന് വീട്ടിൽ ഇന്ന് രാവിലെയാണ് വന്നത്. എന്നോടും ചോദിക്കുന്നുണ്ട് ചേച്ചി വീട്ടിൽ പോകാറില്ലേന്ന്. പക്ഷെ ഞാൻ ചേച്ചിമാരടുത്തേക്ക് പോകുമ്പോലെ അത്ര കൂടുതൽ പോവലുണ്ടോ വെച്ചാൽ പോവലുണ്ട്. അവിടെ അമ്മ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഉണ്ട്, ചില ഞായറാഴ്ച ദിവസങ്ങളിലും ഉണ്ട്. ഞായറാഴ്ച ഒഴിവില്ലാത്തതാണ്. വർഷത്തിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം പോകും. അങ്ങനെയൊന്നും അല്ല കേട്ടോ, വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പോലുണ്ട്. അമ്മ രാവിലെ 7 മണിക്ക് പോയാൽ വൈകുന്നേരം 6 മണി ഈ സമയത്തൊക്കെയാണ് ഇതിലിപ്പോൾ പോകുമ്പോൾ കാണാം. ചിലപ്പോൾ അങ്ങനെയാണ് വന്നാൽ. പിന്നെ രാത്രിക്ക് അങ്ങനെ നിൽക്കാൻ പോലെ ഇവിടെ അമ്മയേട്ടൻ ഒറ്റയ്ക്കായ കാരണം ഞാൻ പണ്ടേ അങ്ങനെ ഇവരിട്ട് പോയിട്ടില്ല. പോയി ശീലമല്ല, എന്നെ പറഞ്ഞയച്ചിട്ടില്ല, ഞാൻ പോയിട്ടുമില്ല. അത് കാരണം പിന്നെ അങ്ങനെ ആയി. ഞാനങ്ങനെ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ പോകും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അമ്മേനൊക്കെ കാണിക്കുക ചോദിച്ചിരുന്നു. ആദ്യമൊക്കെ അമ്മേനെ കാണിച്ചിരുന്നു, കാരണം അന്ന് അമ്മ പണിക്ക് പോയിരുന്നില്ല. ഇപ്പം അമ്മയ്ക്ക് പണിയാകൊണ്ട് അമ്മേനെ ബ്ലോഗൊന്നും കിട്ടൂല. പിന്നെ അമ്മേനെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവരൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റൂല. അതായത് എനിക്ക് ചേച്ചിയുണ്ട്, അനിയനുണ്ട്, അനിയൻ്റെ വൈഫ്, അങ്ങനെ. പിന്നെ അച്ചമ്മ ഉണ്ട്, 2 അമ്മായിമാരുണ്ട്, അവരൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ അച്ചമ്മേനെ ഇപ്പോൾ കുറേ ആയി നമ്മൾ കണ്ടിട്ട്. അച്ചമ്മ നാളൊന്ന് വന്നിട്ട് പോയി. എന്താ എൻ്റെ അടുത്ത് ഒന്നിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വന്നിട്ട് പോയി ചക്കയൊക്കെ കൊണ്ട്. പക്ഷെ നിൽക്കാനും സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഫാമിലി അതാണ്, അച്ഛനില്ല, ഇങ്ങനെ.
അപ്പോൾ ഇനി കപ്പ ബിരിയാണി. അപ്പോൾ കപ്പ ബിരിയാണിക്ക് കിടക്കാം അല്ലേ? അപ്പം നമ്മൾ കപ്പ ബിരിയാണിക്ക് കിടക്കാം. അപ്പോൾ കപ്പ നന്നാക്കുന്നുണ്ട്. ചിക്കനിക്കുള്ള കപ്പ ബിരിയാണിക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണേ? കപ്പ ബിരിയാണി പലരും പല രീതിക്ക് ചെയ്യണവരുണ്ട്. തേങ്ങയൊക്കെ വറുത്തരച്ച് ചെയ്യണവരുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കറണ്ട് വന്നും പോയി നിൽക്കുകയാണ്. ഉള്ളിൽ നിന്ന് ചെയ്യുമ്പോൾ അതൊന്നും വറുക്കാനും ഇതിനൊന്നും സമയം കിട്ടൂല. ഇട്ടാൽ കൂടുതൽ രസമാണ്, ഇട്ടില്ലെങ്കിൽ രസമാണ്. നമുക്ക് പിന്നെ കൊണ്ടുവരുമ്പോൾ അപ്പോൾ എന്തൊക്കെയായിരിക്കും ചെയ്യണത്? ഇപ്പോൾ നമ്മൾ സാധാ ചിക്കൻ വെക്കണ പോലെ എല്ലാ മസാലകളും ഇട്ടിട്ട് ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചാച്ചിട്ട് ചിക്കൻ സാധാ വെക്കുക, വെള്ളമില്ലാതെ വെക്കുക. കുറച്ച് നീരിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ കപ്പ വേവിക്കുക, പൂള വേവിച്ചിട്ട് അത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് അത് മിക്സ് ആക്കുക ചിക്കനും പൂളയും. കറണ്ട് പോയി. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ എന്തിനാ? അതാണ് അത് ചിക്കൻ വെക്കണ്ടേ. ചിക്കൻ വെച്ചിട്ട് അയക്കാണെങ്കിൽ പൂളേനെ നമ്മൾ വേവിച്ചതിൻ്റെ ശേഷം ഇട്ടിട്ട് ഇങ്ങനെ കുത്തി ഒന്ന് ഇളക്കി. കറണ്ട് പോയി, ഞാൻ പറഞ്ഞില്ലേ. ഇനി പോയിട്ട് ഉള്ളിൽ കയറാൻ ഭയങ്കര കുരിട്ട. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ. ഇത് അടുത്ത വീട്ടിൽ പോയിട്ട് അമ്മ കറിവേപ്പില കൊണ്ടുവന്നതാണ്. കറിവേപ്പിലായി, ഉള്ളിയായി, ഇഞ്ചി. അപ്പോൾ പൂള ഇനി ഉടുക്കാനുണ്ട് കേട്ടോ. ഞങ്ങൾ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇത് പോരെ രാത്രിക്ക്? ഉച്ചയ്ക്ക് കാണുമ്പോൾ പിന്നെ നമ്മളെല്ലാവരും തിന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ രാത്രി ഒരു നേരം ഇത് മതി. കറണ്ട് ഒന്ന് വേഗം കൊണ്ടുപോയിട്ട് അടുത്തേക്കട്ടെ. പണി വേണം. കൈമ നട്ടണ്ട കേട്ടോ, സ്പീഡിൽ അരിഞ്ഞിട്ട് ആക്കാൻ പോലെ ഇതായി. കറണ്ട് പോയിച്ചിട്ടാണ്. ഭയങ്കര കൊതുകാണ് ഇവിടെ, മഴ ചെയ്തിട്ടേ. അപ്പോൾ നമ്മളെ വീടും സ്ഥലമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്ഥലങ്ങൾ കണ്ടല്ലേ, ഇഷ്ടപ്പെടാതിരിക്കാൻ ചാൻസ് ഇല്ല അല്ലേ? ചാൻസ് ഇല്ല. റബ്ബറും തോട്ടങ്ങൾ. മഴ പെയ്യുമ്പോൾ ഞങ്ങളെ തോട് വെള്ളത്തിൽ ഉച്ചയ്ക്ക് നല്ല തോട് കൂടെ വെള്ളം. പക്ഷെ അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. നമ്മളെ തോട് തന്നെയാണ് തൊട്ടടുത്ത്. അപ്പൊ ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ തിരുമ്പൊക്കെ ചെയ്യാം, മീനൊക്കെ ഉണ്ടാവും. ഇനി എന്താ പറയുക, ഇനി ഈ തോടിന് പണിയുണ്ട് കേട്ടോ, പഞ്ചായത്തിന്റെ പണി. അപ്പൊ തൊഴിലുറപ്പില് ഉള്ള ഇങ്ങനെ പണിക്ക് പോകണില്ലല്ലോ. അല്ല, തൊഴിലുറപ്പ് ഇനി പറഞ്ഞേക്കല്ലോ. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. തൊഴിലുറപ്പില് 10 പണി കണക്ക്, എന്നിട്ടാണ് ബാക്കി പണിക്ക് ഇതിന് തരിക. 10 പണി എടുക്കണം നമ്മളെ വീടിനല്ലേ. അപ്പൊ ഈ അടുത്തുള്ള പണി കിട്ടിയ ദൂരത്തേക്ക് പോണ്ടല്ലോ. അങ്ങനെ ഇതാണ് ഈ പണി ഫസ്റ്റ്. അപ്പൊ ഇത്രയും അടുത്തുനിന്ന് ഞാൻ പണി എടുക്കാതെ വീഡിയോ. അപ്പൊ പൂള വർത്തമാനം പറയുന്ന ശരിയാവില്ല. പൂള കൊണ്ടുപോയിട്ടേ കുക്കറിൽ ഒരു 2 വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഉള്ളി അരിഞ്ഞു, തക്കാളി അരിഞ്ഞു, പിന്നെ വെളുത്തുള്ളി നന്നാക്കി, ഇഞ്ചി നന്നാക്കി, കരിവേപ്പില അത് എടുത്ത് വെച്ചിട്ട് കറടി. അപ്പം നമ്മളെ പൂളതാ വിസിൽ വരാനായി. വേഗം വേണം. പൂള എന്താ അറിയില്ല അല്ലേ? ഇതെന്താ പൂളെ? ഇതിന്റെ പേരെന്താ? കൊറേ പേരിട്ട് വിളിക്കല്ലേ? ആമക്കാടൻ പൂളയാണെങ്കില് നല്ലതാണ്. നല്ല പൊടിയൊക്കെ ഉള്ള വേവണ പൂളയൊക്കെ പറയുന്നേക്കാം അല്ലേ അമ്മ? ആമക്കാടൻ അറിയില്ല, എന്തായാലും 2 വിസിൽ കൊടുക്കാം. അപ്പൊ ചിക്കൻ, ഇതെല്ലാ ചിക്കനും കൂടി ഇല്ല, കുറച്ച് ഞങ്ങൾ കറി വെക്കണം അല്ലേ? അമ്മ കുളിക്കാൻ പോവാണ്. കറണ്ട് പോയാൽ ഇരുട്ടാവും പറഞ്ഞിട്ട്. പിന്നെ മഴ ചിക്കൻ വെക്കണ പോലെ ആദ്യം വെക്കുക. ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വാട്ടിയിട്ട് അതേപോലെ ചതച്ചൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇതൊക്കെ കറണ്ട് അമ്മയ്ക്കുള്ള പണിയാണ്. അതാണ് അതൊന്ന് കാട്ടിത്തരാഞ്ഞത്. കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി. ഇത് നമ്മളെ മലപ്പുറം പൂള ബിരിയാണി അങ്ങനെയും പറയാം. നമ്മളിങ്ങനെ വെക്കല്, നമ്മൾ മലപ്പുറത്തല്ലേ. പിന്നെ അപ്പം ചിക്കനൊക്കെ കുറച്ച് ചെറിയ കഷ്ണാക്കട്ടെ. വന്നില്ല. അപ്പൊ കുറച്ച് തിരക്കിലായിരുന്നു അല്ലേ? അത് നമ്മള് പൂള ബിരിയാണി ഇഷ്ടണ്ടോ?
അപ്പൂസിന് എന്താണ് പണി? മുമ്പ് ഉണ്ടാക്കിയില്ല അവിടുന്ന് പഴയ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നു. എന്താ വേഗം പോന്നെ വേട്ടൊക്കെ വന്നിട്ട് സാധാ ചിക്കൻ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കല്ലേ? ആ ദോശ ഞാൻ തിന്നു. ആ ഒരു ദോശ ചോറിൻ്റെപ്പോഴാകുമ്പോ മുള്ളു കുത്തി ചോരാന്നത്. അപ്പൊ ചോറ് ഒഴിവാക്കി നീച്ച് അപ്പക്ക് വിശന്നപ്പോ ഞാൻ ഒരു ദോശ ഉണ്ടായിരുന്നു അത് തിന്നു. ഇനി പൂള ബിരിയാണി ഇല്ലാട്ടോ. ചിക്കൻ കൊണ്ടുണ്ട്. അപ്പൊ നമ്മളെ പൂള ബിരിയാണിക്കുള്ള ഉള്ളി തക്കാളി കറിവേപ്പിലൊക്കെ നല്ലോണം വാടിയുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അധികം പഴുക്കാത്ത തക്കാളിയൊക്കെ ഉടയുന്നില്ല പെട്ടെന്ന്. നിങ്ങൾ എന്നോട് ഇത് മതിയായിരുന്നു. അത് മതി ഉള്ളിയാണ്. അപ്പൊ ഞാൻ അത്ര ഒന്നെടുത്തു. എന്താപ്പോ ഇനി വേണ്ട. ഇനി എങ്ങനെ ഇടാ വാടിയിലതൊക്കെ മതി. ഇത്ര ഇറച്ചിയല്ലോ ഇടാനില്ലപ്പോ. ഞാൻ പൊടിയാണ് എടുത്തേച്ചിട്ടാ. അപ്പൊ പൊടികളുണ്ടോ? എന്താ കാട്ടണേ? ആയിട്ടില്ല. എന്താ കാട്ടണേ? അതിക്കിട്ടോ ഇതിക്കിട്ട് വേണ്ട പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയാണിത്, മുളകും പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി. അപ്പോൾ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല, ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല. അപ്പോൾ നമുക്ക് ഗരം മസാല അല്ല, അപ്പോൾ ചിക്കൻ മസാല ഇട്ടു. എന്തപ്പോ പൂള വെന്തിട്ട് ഇതിന് മുകളിൽ ഇടും. അപ്പോൾ വന്നിട്ടുണ്ടാവും വിസിൽ എയർ പോയില്ല. അല്ലല്ല അപ്പോൾ വരണ്ട കളയാ വേണ്ടേ, അവിടെ വന്നാൽ മതി. ഞാൻ ഇതൊന്നും എടുക്കട്ടെ. ചോറാണോ? അപ്പൊ എന്തേലൊക്കെ തിന്നാൻ തോന്നുന്നുണ്ട്. ഏറെ ഒറ്റപ്പെട്ടിട്ടപ്പോ പരിചയമുണ്ട്. മുമ്പ് കാട്ടിയത് അപ്പൊ കാട്ടിയ ഞാൻ തന്നെ കാട്ടിയതാണ്. ആ പൂള തുറന്ന് കാട്ടിക്കൊട്ടപ്പൂസേ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. പൂള അതൊന്ന് നമുക്ക് ഊറ്റിയെടുക്കാണ്ട് വെള്ളത്തിൽ നിന്ന്. അപ്പൊ ഇങ്ങനെ നമ്മൾ സാധാരണ ചിക്കൻ ആക്കിയാലിട്ടോ ഞങ്ങള് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. അത്ര മതി. ഇനി ചിക്കനിന് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇത് വെള്ളത്തിൽ തന്നെ ഉണ്ടാവും. ഉപ്പൊക്കെ നമ്മൾ ഉള്ളിലിട്ടിട്ടുണ്ട്. പൂള അടിപൊളി പൂള കേട്ടോ. വെറുതെ തിന്നാൻ തന്നെ നല്ല രസം. ഇപ്പൊ കൊറേ ദിവസമായിട്ടേ തിന്നാതെ കിട്ടിയ അപ്പൂസ് പഞ്ചാരക്ക് പോവാ. എത്ര വയസ്സുണ്ട് പഞ്ചാരക്ക്? എത്ര വയസ്സുണ്ട്? പറയ് എത്ര പൈസാന്നേ? 40 രൂപ. കോഴിന്റെ ഇതൊരു കഷ്ണം ഒരു കാലെടുത്ത് പടക്കി വെക്കോ വരുമ്പോഴേക്കും വെറും കോഴി കഷ്ണം തിന്നാനേ. ആ ഓടി ഇപ്പൊ എത്തോട്ടോ. ആ ഓട്ടം അങ്ങനെ ഓടും, അതേപോലെ ഇങ്ങോട്ട് ഓടും. കടലെത്തിക്കാൻ നിൽക്കുള്ളൂ. അപ്പൊ നമ്മള് ചായക്ക് വെള്ളം. അപ്പൊ ഇനി ചിക്കൻ മാത്രം ആവാനുള്ളൂ. ചിക്കൻ ഏകദേശം ഒക്കെ വന്നു കേട്ടോ. കുറച്ചും കൂടി ആയാൽ മതി. പൂളാക്കിട്ടുണ്ട്. അമ്മ എന്തൊക്കെ എന്താ പണിയൊക്കെ ഉള്ളില് പോയിട്ട്? അമ്മക്ക് എന്താ പണി? അമ്മ സുന്ദരിയാകാ. എന്താ മുടി? ഞാൻ ശരി റെഡിയല്ലേ? ചായക്കളം വെച്ചു. ഇത് നമുക്ക് ഉടക്കാണ്ടല്ലേ? അത് ഉടക്കേണ്ട ആവശ്യമല്ല. എന്തറിയോ നല്ലോണം ഇതുള്ളൂ, കുറച്ചുള്ളല്ലോ. ഇപ്പൊ ഒക്കെ എടുത്തില്ല. അത് ഞാൻ വെട്ടിയപ്പോ വിചാരിച്ചില്ലേ കൊറേ ഉണ്ടെന്ന്. അമ്മ ചോദിച്ചത് ഉണ്ടാവുമോ? ആ കഷ്ണം കൂടി എടുത്തില്ല തീരെ ഉണ്ടാവില്ലേന്നു. ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊന്നും കാണുമ്പോൾ ഞാൻ തിന്നൂലാക്കി പൂളൊന്നും വലിയ ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ എല്ലാരും ഇരിക്കുമ്പോ ഇങ്ങനെ കുറച്ചൊക്കെ. പിന്നെ ചിക്കൻ അല്ലേ എനിക്കുള്ളത്. അതാണ്
ഇപ്പൊ ചിക്കൻ ആവട്ടെ. ചിക്കൻ ആവട്ടെ. ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കനും കുട്ടിങ്ങനെ ഇളക്കുമ്പോ തന്നെ ചിലപ്പോ ഒക്കെ മിക്സ് ആവും. ചിക്കനായി. ചിക്കൻ റെഡി. ചോറടിച്ച് തിന്നല്ലേ? കണ്ടിട്ട് ചോറ് കൂട്ടി തിന്നാനാ തോന്നണല്ലേ? വെന്തോക്കെ ഇട്ടിട്ട് ഉള്ളിട്ട് പോയില്ല. ഒന്നും കൂടി ആയിക്കോട്ടെ. അല്ല ഞാൻ അതിലിട്ടാകുമ്പോ ഒന്നുകൂടി ആവൂലേ? പൂള ബിരിയാണിയിലിട്ടാകുമ്പോ വെന്തിട്ടുണ്ട്. എന്നാ പൂള ഇട്ട് കൊടുക്കല്ലേ? എന്നാ അതാണ് നമ്മളെ പൂള ബിരിയാണി. അതാ നമ്മളെ പൂള. അപ്പൂസിന്റെ അടുത്തേക്കാൻ പറഞ്ഞിട്ട് മറന്നു. അപ്പൂസിനൊരു കാല്. ഏതാപ്പൊ കാല്? ഇത് കാല എടുത്തച്ചാ ഒരു കാലുള്ളൂ. ഒന്നുകൂടി ഇല്ലേന്നോ അപ്പൂസിന്റെ കാല്. അപ്പൂസിന്റെ ഭാഗ്യാണ്. അപ്പൂസിനാണ് കേട്ടോ. പൂളട്ട് കൊടുക്കാം. പൂള ബിരിയാണി അല്ലേ? എന്തായാലും ഇടണ്ടേ? ഇനി ഒന്നും ഇടണ്ട. കരിവേപ്പില ഇടണ്ടേ? കറിവേപ്പില ഒന്ന് മേലെന്ന് രണ്ടെണ്ണം ഇതേപോലെ നല്ല മിക്സ് ചെയ്യണം. മിക്സ്. എന്നിട്ട് ആ ഉള്ളി ഒന്ന് മേലൊന്ന് പച്ച ഉള്ളി വെട്ടിയത് അപ്പൂസടെ വെട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പൂളുടഞ്ഞത് കണ്ടില്ലേ? അപ്പോൾ 2 കറിവേപ്പില കുറേ കിട്ടിയതുകൊണ്ട് ആദ്യം പൂളൊക്കെ ഇട്ടു. ഉടക്കണം മെയിനായിട്ട്. നല്ലോണം ഉടക്കുക. അത്രേ ഉള്ളൂ പണി. കുത്തു പൊറോട്ട ഉണ്ടാക്കണ്ട ദിവസം? കുത്തു പൊറോട്ട എങ്ങനെയാ? കുത്തു പൊറോട്ട എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ മഴ പെയ്യുമ്പോഴേ ഓരോന്നോരോന്നും ഉണ്ടാക്കാം. ഓരോന്നോരോന്നും ഉണ്ടാക്കി പിന്നെ നമുക്ക് മതിയിട്ട് ഇളക്കിയത് പൂളേനെ കടിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ സംഭവം. അടിപൊളി. ഇതിനുള്ള അപ്പൂസ് കുറച്ച് ഉള്ളി വെച്ചിട്ടുണ്ട്. കണ്ട സമയം നമ്മളെ ചായ ഒക്കെ തിളക്കുന്നുണ്ട്. ഇത് അതിലുള്ളി കൊറേ വേണ്ടല്ലോ. രസാണ്. പഞ്ചസാര ഇട്ട് വന്നു. നമുക്ക് ഇനി ചായ കുടിക്കാം. അപ്പൊ നമ്മള് ചായ തിളച്ചു. ചായയിൽ പൊടി കൂടി ഇതൊന്നും കൂടെ കിടക്കട്ടെ. നമ്മളെ കണ്ട ചായ എന്താണ് ചിക്കനോ? ഇപ്പൊ ചായ റെഡി. നമുക്ക് മധുരമൊക്കെ ഇട്ടിട്ട് ചൂടാറാൻ വെക്കട്ടെ കേട്ടോ. അപ്പോഴത്തേന് അപ്പോ നമ്മളൊക്കെ ഉണ്ടോ? ഇങ്ങോട്ടോക്ക് പൂള ബിരിയാണി. അപ്പൊ നമ്മളത് തിന്നത് കാണിക്കാം. ടേസ്റ്റ് ഉണ്ടോ അറിയണ്ടേ? എന്നിട്ട് ഇതേപോലെ നമ്മളെ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കുക. രസം ഉണ്ടെങ്കിൽ അല്ലേ? ആയോ വളക്കിക്ക? ഉണ്ടാക്കല് കഴിഞ്ഞു. ഉണ്ടാക്കൽ കഴിഞ്ഞു. ചായയിൽ മധുരം ഇട്ടിട്ട് റെഡി. നമ്മള് കഴിക്കാൻ പോവാണ്. അപ്പൂസ് ഇങ്ങനെ തിന്നണ്ടേ? അപ്പൂസ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രസമുണ്ട്. അത് കേട്ടാ മതി അപ്പൂസെ. കുറച്ച് ചൊണ്ടി അതില്ലേ? ചൂടാണ്. കഷ്ണം ഇടേ? ഇതില് പൂള ഏതാ കഷ്ണം ഏതാ അറിയില്ല. എന്നിട്ടോ ഒക്കെ വിളമ്പിട്ട് കൈയിട്ടോ ചൂടുണ്ട്. പറഞ്ഞോട്ടാ രസം ഉണ്ടെങ്കിൽ രസം പറഞ്ഞോട്ടാ. അമ്മ വളക്കാൻ നിൽക്കാണ്. അമ്മ 5 മിനിറ്റ് ഇടുന്നുള്ളൂ. അമ്മ വളക്കാൻ നമ്മള് നേരത്തെ തിന്ന മാത്രല്ല ഇത് തിന്നതിന്റെ അഭിപ്രായം കൂടി അങ്ങോട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അപ്പൂസ് പറഞ്ഞു അടിപൊളിയാന്ന്. നിങ്ങളോ? ഇന്നത്തെ വിശേഷം നിർത്തണം. അപ്പൊ നമ്മളെ വിശേഷം നിർത്തുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കരുത്.
നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ പുതിയ വിശേഷമായിട്ട് വരാം. വരാം. ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പൂസിൻ്റെ ബുക്കൊന്നും പൊതിഞ്ഞിട്ടൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ അത് ഒരു വിശേഷമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ആണ് ഇതുണ്ടായത്. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.